ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മഹാഭാഗവതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് പറയുന്നത്. സന്താന ഗോപാലം. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അവസാനം വരെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. അങ്ങനെ ഭാരതയുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞതോടുകൂടി ദുഷ്ടന്മാരുടെ എണ്ണം ഭൂമിയിൽ വളരെ കുറഞ്ഞു. അതിനുശേഷം സർവേശ്വരൻ ശാന്തനായി ദ്വാരകയിൽ കഴിയുന്ന കാലമാണ്. ആ സമയത്ത് ബാലമരണം, രോഗം, പ്രകൃതി കോപം മുതലായ അനിഷ്ട സംഭവങ്ങൾ എല്ലാം തന്നെ ദ്വാരകയിൽ വളരെ കുറവായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദ്വാരകയ്ക്ക് അടുത്തു താമസിച്ചു കൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണന് ഒരു കുട്ടി ജനിക്കുകയും പെട്ടെന്ന് തന്നെ ആ കുട്ടി മരിക്കുകയും ചെയ്തു. ആ ബ്രാഹ്മണൻ ഒരു അഹങ്കാരിയായിരുന്നു. അതിനാൽ ആ മരിച്ചുപോയ ആ കുഞ്ഞിൻ്റെ ജഡവും കയ്യിലെടുത്തുകൊണ്ട് അയാൾ ദ്വാരകയുടെ ഗോപുര നടയിൽ വന്ന് അതിനെ നിലത്തു കിടത്തിയിട്ട് കുറേ കരഞ്ഞു. കൂട്ടത്തിൽ കൃഷ്ണനെ വഴക്കു പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബ്രാഹ്മണൻ്റെ ഇങ്ങനെയുള്ള കരച്ചിലും വഴക്കു പറച്ചിലും ഒക്കെ കേട്ടിട്ടും അവിടെയുണ്ടായിരുന്ന യാദവന്മാരാരും തന്നെ അത് ഒരു കാര്യമായി എടുത്തില്ല. ഈ ബ്രാഹ്മണൻ ഇങ്ങനെ പറയുകയാണ്. എന്താണ് പറയുന്നത്? ധർമ്മിഷ്ഠരായ രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യത്ത് ബ്രാഹ്മണർക്കോ സത്തുക്കൾക്കോ ദോഷമോ ബാലമരണമോ വല്ലതും സംഭവിക്കുമോ? ഇവിടെ ഉഗ്രസേനനാണ് രാജാവ് എങ്കിലും കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് കൃഷ്ണനാണ്. 16,008 പെണ്ണുങ്ങളുമായി സദാ ക്രീഡിച്ച് രസിച്ചു കൊണ്ടിരിക്കുന്ന ആ വിദ്വാന് പ്രജകളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഓർക്കാൻ സമയമുണ്ടോ? ആർക്കറിയണം പ്രജകളുടെ ക്ഷേമം? ഈ ദുഷിച്ച ദ്വാരകയിൽ നിന്ന് എവിടെയെങ്കിലും പോവുകയാണ് ഇതിലും ഭേദം. ഇങ്ങനെയൊക്കെ ഈ ബ്രാഹ്മണൻ പറഞ്ഞു. പക്ഷേ ആരും അത് മൈൻഡ് ചെയ്തില്ല. എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് കരുതി. ആരും പ്രത്യേകിച്ച് യാതൊരു മൈൻഡും ചെയ്യാതിരുന്നത് കൊണ്ട് ഈ ബ്രാഹ്മണൻ തൻ്റെ ഗൃഹത്തിലേക്ക് ഈ കുഞ്ഞിൻ്റെ ജഡവും എടുത്തുകൊണ്ട് പോയി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ ഭാര്യ വീണ്ടും പ്രസവിച്ചു. ആ കുട്ടിയും പെട്ടെന്നു തന്നെ മരിച്ചുപോയി. ഉടൻ തന്നെ വീണ്ടും ഈ ബ്രാഹ്മണൻ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ കുഞ്ഞിൻ്റെ ശവശരീരത്തെയും എടുത്തുകൊണ്ട് ഇതേപോലെ തന്നെ ദ്വാരകയുടെ വാതുക്കൽ നിന്ന് വിലപിച്ചു. അന്നും ആരും യാതൊരു മൈൻഡും ചെയ്തില്ല. ഇങ്ങനെ 8 പുത്രന്മാർ ഈ ബ്രാഹ്മണന് ഉണ്ടാവുകയും ജനിച്ച ആ സമയത്തു തന്നെ ഈ 8 കുഞ്ഞുങ്ങളും മരിക്കുകയും ചെയ്തു. ആ സമയത്തൊക്കെ ബ്രാഹ്മണൻ കുഞ്ഞിൻ്റെ ശവശരീരവും എടുത്തുകൊണ്ട് ദ്വാരകയുടെ ഗോപുരത്തിൻ്റെ നടയിൽ വന്നു നിന്ന് ഇങ്ങനെ ഭഗവാനെ ആക്ഷേപിക്കും. ഇതെല്ലാം ഒരു നേരം പോക്കായിട്ടാണ് നഗരവാസികൾ എടുത്തത്. എന്തുകൊണ്ടാണ് ഈ ബ്രാഹ്മണൻ ഇങ്ങനെ ഇവിടെ വന്ന് ഭഗവാനെ വഴക്കു പറഞ്ഞത് എന്ന് നിങ്ങൾക്കറിയാമോ? അതായത് ഈ ബ്രാഹ്മണൻ കേട്ടിട്ടുണ്ട്, പണ്ട് സാന്ദീപനി മുനിയുടെ മരിച്ചുപോയ മകനെ കൃഷ്ണൻ തിരിച്ചു കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി കൊടുത്തു. അതുപോലെ തന്നെ ദേവകിയുടെ മരിച്ചുപോയ 6 കുഞ്ഞുങ്ങളെ സുതലത്തിൽ പോയി
കൊണ്ടുവന്ന് അമ്മയെ കാണിപ്പിച്ച് സന്തോഷിപ്പിച്ചു. അങ്ങനെ മരിച്ചുപോയ കുട്ടികളെ ജീവിപ്പിക്കുവാൻ തക്ക ദിവ്യത്വമുള്ള ആളാണ് കൃഷ്ണൻ എന്ന് ഈ ബ്രാഹ്മണന് തോന്നിയിരുന്നു. അങ്ങനെയുള്ള കൃഷ്ണൻ തൻ്റെ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് ജീവിപ്പിക്കാത്തത്? അത് മനഃപൂർവമാണ് എന്നുള്ള ഒരു തോന്നൽ ഈ ബ്രാഹ്മണന് ഉണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം വഴക്കു പറയുന്നത്. അങ്ങനെയിരിക്കെ ഈ ബ്രാഹ്മണന് 9ാമത്തെ കുട്ടിയും ജനിച്ചു. അതും ജനിച്ച ആ നിമിഷം തന്നെ മരണപ്പെട്ടു. ഈ ബ്രാഹ്മണന് സങ്കടം സഹിക്കാൻ വയ്യ. അതോടുകൂടി ഈ ബ്രാഹ്മണൻ വീണ്ടും ഈ കുഞ്ഞിൻ്റെ ശവശരീരവും എടുത്തുകൊണ്ട് പഴയതുപോലെ ദ്വാരകയിലെത്തി ഗോപുരദ്വാരത്തിൽ കൊണ്ടുവന്ന് അവിടെ കിടത്തിയിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി. ഭഗവാനെ ചീത്ത വിളിക്കാനും തുടങ്ങി. പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അയാൾ രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കടന്നു. യജ്ഞം സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കുന്നതിനായി അപ്പോൾ അവിടെ ഒരു വലിയ സഭ കൂടിയിരിക്കുകയായിരുന്നു. മഹർഷിമാരും ബ്രാഹ്മണരും യദുവംശ നേതാക്കന്മാരും എല്ലാവരും ആ സദസ്സിൽ അപ്പോൾ ഉണ്ടായിരുന്നു. ബ്രാഹ്മണന്റെ ഇത്തരത്തിലുള്ള കരച്ചിലുകളെല്ലാം കേട്ടിട്ട് യാദവരാരും അയാളെ സ്വാന്തനപ്പെടുത്തുവാൻ മുമ്പോട്ട് വന്നതുമില്ല. ഒരു പതിവ് കരച്ചിലുകാരൻ എന്നേ അവരെല്ലാവരും കരുതിയുള്ളൂ. ആ സമയത്ത് അർജുനനും അവിടെ ഉണ്ടായിരുന്നു. ആ വലിയ സദസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ ബ്രാഹ്മണൻ ഈ കുഞ്ഞിൻ്റെ ശവശരീരവും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ഇങ്ങനെ മുറുക്ക വിളിച്ച് പറയുകയാണ്, മഹാസദസ്യരെ, ഒരു ബ്രാഹ്മണൻ്റെ ദുഃഖം തീർക്കുവാൻ യാദവന്മാർക്കാർക്കും മനസ്സില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മന്നവന്മാരും മഹർഷികളുമെങ്കിലും ഇതൊന്ന് കേൾക്കണം. മഹാജനങ്ങളെ, നിങ്ങൾ കേൾക്കണം. 1 അല്ല, 2 അല്ല, 3 അല്ല, 9 തവണയാണ് എൻ്റെ ഭാര്യ പ്രസവിച്ചത്. ഈ 9 തവണ പ്രസവിച്ചിട്ടും ഒരു കുഞ്ഞിനെ പോലും എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇവിടെ വന്ന് ഓരോ തവണയും കരയുന്നു. പക്ഷേ ആരും അതിനൊരു പരിഹാരം ചെയ്തില്ല. കൃഷ്ണന് ഇതിനുള്ള കഴിവുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ കൃഷ്ണനും അത് ചെയ്തില്ല. എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇപ്പോൾ ഭാര്യമാരുമൊത്ത് സുഖിച്ച് രമിച്ച് കഴിയുകയല്ലേ. അങ്ങനെ ഇരിക്കുന്ന ഈ അവസരത്തിൽ ഈ ബ്രാഹ്മണൻ്റെ രോദനം ആർക്ക് കേൾക്കണം? ഇങ്ങനെയൊക്കെ ഇയാൾ പറയുകയാണ്. ഇതൊക്കെ കേട്ടിട്ടും അവിടെ ആരും ഒന്നും മിണ്ടിയില്ല. കൃഷ്ണനാണെങ്കിൽ ഞാൻ ഇതൊന്നും കേട്ടില്ലേ എന്നു കരുതി അവിടെ തലയും കുനിച്ച് ഇരിപ്പുണ്ട്. ആ സമയത്ത് ആ സദസ്സിൽ നിന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, ഹേ ബ്രാഹ്മണ, നിങ്ങൾ എന്തൊരു ബ്രാഹ്മണനാണ്? നിങ്ങളൊരു അഹങ്കാരിയായ പാപിയാണ് എന്നെനിക്ക് തോന്നുന്നു. ബ്രാഹ്മണനാണെന്ന് സ്വയം പറഞ്ഞാൽ ബ്രാഹ്മണനാകുമോ? ബ്രാഹ്മണനാണ് എന്ന് കരുതി എന്തും പറയാമോ? ഇങ്ങനെ അയാൾ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ബ്രാഹ്മണൻ പറയുകയാണ്, നിങ്ങളും അധർമ്മിയായ കൃഷ്ണൻ്റെ കൂട്ടുകാരൻ തന്നെ. ഈ നഗരത്തിലുള്ള ആരോടും തന്നെ കൃഷ്ണന് യാതൊരു കൂറുമില്ല. എത്രയെത്ര ജനങ്ങളെയാണ് അവൻ കൊന്നൊടുക്കിയിരിക്കുന്നത്. എന്നിട്ടും ഇവൻ നിങ്ങൾക്ക് ദിവ്യനാണ് പോലും. ഈ നാട്ടിലുണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ചൊന്നും ഈ കൃഷ്ണൻ ചിന്തിക്കുന്നേയില്ല. ജനങ്ങൾ വെറും കഴുതകളെ പോലെയാണ് ഇവിടെ കഴിയുന്നത്. ഇവൻ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയാൻ കുറേ സ്തുതി പാഠകന്മാരും ഇവിടെയുണ്ട്. ഇവനാണോ സ്നേഹവത്സലൻ? പുറത്തു കാണുന്ന കറുപ്പ് അകത്തും നിറഞ്ഞിരിക്കുന്ന പാപിയാണിവൻ. ഇങ്ങനെയൊക്കെ
ഈ ബ്രാഹ്മണൻ വീണ്ടും പറയുകയാണ്. പക്ഷേ കൃഷ്ണൻ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ കപടനിദ്ര ഭാവിച്ചിരുന്നതേ ഉള്ളൂ. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരാണയാൾ? അയാൾ അർജുനനാണ്. അർജുനൻ ബ്രാഹ്മണനോട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, മതിയാക്കൂ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആയുസ്സെത്തിയാൽ കുഞ്ഞുങ്ങൾ മരിക്കും. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യാം. ഇനി അങ്ങേക്കുണ്ടാകുന്ന പുത്രനെ ഞാൻ രക്ഷിച്ചു തരാം. അങ്ങ് സമാധാനിക്കുക. ഇങ്ങനെ അർജുനൻ ബ്രാഹ്മണനോട് പറഞ്ഞു. അപ്പോൾ ഈ ബ്രാഹ്മണൻ വീണ്ടും ചോദിക്കുകയാണ്, എടാ ഭോഷ, നീ ആര്? ഇവിടെ ഇരിക്കുന്ന മഹാരഥന്മാരായ ബലരാമൻ, പ്രദ്യുമ്നൻ, കൃതവർമാവ്, സാത്യകി മുതലായ യാദവ നേതാക്കന്മാരെല്ലാവരും മൗനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അസാധ്യമായ കാര്യമായതുകൊണ്ടാണ് അവർ മൗനം ദീക്ഷിച്ചിരിക്കുന്നത്. ആ സമയത്താണോ നീ ചാടി പുറപ്പെടുന്നത്? അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യം നിനക്കെങ്ങനെ സാധിക്കും? നീ എന്തൊരു വർത്തമാനമാണ് ഇവിടെ പറയുന്നത്? ഇങ്ങനെ ഈ ബ്രാഹ്മണൻ അർജുനനോട് ചോദിച്ചു. അർജുനൻ അല്പമൊന്ന് അഹങ്കരിച്ചു ആ സമയത്ത്. എന്നിട്ട് പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ, ഞാൻ ആരാണെന്നാണ് അങ്ങ് വിചാരിച്ചിരിക്കുന്നത്? ഞാൻ യാദവനല്ല. പുരുവംശത്തിലകനും മധ്യപാണ്ഡവനുമായ പാർത്ഥനാണ് ഞാൻ. കൗരവ യുദ്ധം ചെയ്യിച്ച വീരനാണ് ഞാൻ. ഞാൻ ക്ഷത്രിയനാണ്. പരമശിവനെ തപസ്സു ചെയ്ത് പാശുപതാസ്ത്രം വാങ്ങിയ വീരപരാക്രമിയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്യാലനാണ്. അങ്ങനെയുള്ള വിജയനാണ് അങ്ങയോട് പറയുന്നത്, 10ാമത്തെ കുട്ടിയെ ഞാൻ രക്ഷിക്കും. ഇത് കേട്ടപ്പോൾ ആ ബ്രാഹ്മണന് വലിയ സന്തോഷമായി. മതി മതി, അത് മതി, സന്തോഷമായി. അങ്ങ് വില്ലാളി വീരനായ വിജയനാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് സന്തോഷമായി. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണൻ കുറച്ച് അങ്ങോട്ട് തിരിച്ചു നടന്നു. കുറച്ചു ദൂരം നടന്നപ്പോഴാണ് ബ്രാഹ്മണൻ ഒരു കാര്യം ഓർമ്മ വന്നത്. തിരിച്ചു വന്നു ബ്രാഹ്മണൻ. എന്നിട്ട് അർജുനനോട് ചോദിക്കുകയാണ്, ഒരു സംശയം, അങ്ങയെക്കൊണ്ട് സാധിച്ചില്ലെങ്കിലോ? ആയുസ്സെത്തിയാൽ മരിക്കും എന്ന് അങ്ങ് അപ്പോഴും പറഞ്ഞാലോ? ഇങ്ങനെ ചോദിക്കുകയാണ് ആ ബ്രാഹ്മണൻ. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഒട്ടും സംശയിക്കണ്ട, 10ാമത്തെ കുട്ടിയെ ഞാൻ രക്ഷിക്കും. ഞാൻ സത്യം ചെയ്യുന്നു. ഇങ്ങനെ അർജുനൻ ഈ ബ്രാഹ്മണനോട് പറഞ്ഞു. ബ്രാഹ്മണൻ സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് ഈ ബ്രാഹ്മണന് വീണ്ടും സംശയം. ബ്രാഹ്മണൻ തിരിച്ചു വന്നു. എന്നിട്ട് അർജുനനോട് ചോദിച്ചു, സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞതല്ലാതെ യഥാർത്ഥത്തിൽ സത്യം ചെയ്തില്ലല്ലോ. അത് ചെയ്യണ്ടേ? അതല്ലേ ന്യായം? അപ്പോൾ അർജുനൻ പറയുകയാണ്, ശരി, അങ്ങയുടെ 10ാമത്തെ കുട്ടിയെ രക്ഷിച്ചു തന്നില്ലെങ്കിൽ ഈ മഹാജനങ്ങൾ കേൾക്കെ ഞാൻ സത്യം ചെയ്യുന്നു. ഈ ഗാന്ധീവ ധനുസോടുകൂടി ഞാൻ അഗ്നിപ്രവേശം ചെയ്യുന്നതാണ്. ഇത് സത്യം, സത്യം. അങ്ങയുടെ പത്നിക്ക് ഗർഭം തികയുമ്പോൾ വിവരം എന്നെ വന്ന് അറിയിച്ചാൽ മതി. പിന്നത്തെ കാര്യം ഞാൻ ഏറ്റു. ഇങ്ങനെ ഈ മണ്ടനായ അർജുനൻ സത്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അർജുനൻ സത്യം ചെയ്ത സമയത്ത് കൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം നേരത്തെ തന്നെ അവിടെ നിന്നും പോയിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കൃഷ്ണന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്തു ചെയ്തത്? നേരത്തെ അവിടുന്ന് സ്ഥലം വിട്ടത്. അങ്ങനെ
ബ്രാഹ്മണൻ തിരിച്ച് തൻ്റെ വീട്ടിലെത്തി എല്ലാ കാര്യങ്ങളും ഭാര്യയോട് പറഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞു. ബ്രാഹ്മണൻ്റെ ഭാര്യ ഗർഭം ധരിച്ചു. 10ാമത്തെ ഗർഭം. 10 മാസം തികഞ്ഞ് ഗർഭം പൂർത്തിയായി. ഈ ബ്രാഹ്മണൻ തൻ്റെ ഭാര്യയുടെ ഗർഭം പൂർത്തിയാകുന്ന ആ സമയം ആയപ്പോഴേക്കും ഹസ്തിനപുരത്തേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് ഓടി കിതച്ച് അങ്ങനെ ഹസ്തിനപുരിയിൽ എത്തിച്ചേർന്നിട്ട് അർജുനനോട് പറയുകയാണ്, പാർത്ഥ വേഗം വരൂ, വേഗമാകട്ടെ, എൻ്റെ പത്നിക്ക് ഗർഭം പൂർത്തിയായിരിക്കുന്നു, ഇനി ഒട്ടും താമസിക്കേണ്ട, വേഗം പുറപ്പെടുക. ഇങ്ങനെ ആ ബ്രാഹ്മണൻ പറഞ്ഞപ്പോൾ വിജയൻ ചോദിക്കുകയാണ്, അല്ല, ദ്വാരകയിൽ പോയി ഒന്ന് ഭഗവാനെ കണ്ടിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ബ്രാഹ്മണൻ പറയുകയാണ്, വേണ്ട വേണ്ട, അതിനൊന്നും ഇപ്പോൾ സമയമില്ല, വേഗം പുറപ്പെടുക ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ കൃഷ്ണൻ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആയുധസമേതം ആ ബ്രാഹ്മണൻ്റെ കൂടെ യാത്ര തിരിച്ചു. വേഗം നടക്കണം, താമസിച്ചു പോയാൽ എല്ലാം കുഴപ്പത്തിലാകും. ഇങ്ങനെ വഴിനീളെ ഈ ബ്രാഹ്മണൻ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒടുവിൽ ആ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ അർജുനൻ എന്തു ചെയ്തു എന്നറിയാമോ? അർജുനൻ ഈ ബ്രാഹ്മണൻ്റെ ഭാര്യ താമസിക്കുന്ന, അതായത് പ്രസവത്തിനു വേണ്ടി താമസിക്കുന്ന ആ മുറിയുടെ ചുറ്റിനും ആ ഗർഭപുരയുടെ ചുറ്റിനുമായിട്ട് ഒരീച്ച പോലും, എന്തിനു പറയുന്നു, ഒരു ഉറുമ്പിനു പോലും അകത്തേക്കു കടക്കുവാൻ സാധിക്കാത്ത വിധം തൻ്റെ ശരങ്ങൾ കൊണ്ട് ഒരു കൂടാരം കെട്ടി. ഈ ശരങ്ങൾ കൊണ്ട് ഈ പ്രസവ ആ ഒരു വീട്, ആ ഒരു മുറി ഇങ്ങനെ മൂടി നിൽക്കുകയാണ്. അതിനെ ഭേദിച്ച് ഒരു ഉറുമ്പ് പോലും അകത്തേക്ക് കടക്കില്ല. ആ രീതിയിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതിനുശേഷം അർജുനൻ ആ പ്രസവ മുറിയുടെ വാതിൽക്കൽ കാവലും നിൽക്കുന്നു. ആ സ്ത്രീക്ക് പ്രസവവേദനയായി. വയറ്റാട്ടികൾ ആ പ്രസവ മുറിക്കകത്തേക്ക് കയറി, വാതിലും അടച്ചു. ഈ ബ്രാഹ്മണൻ തൻ്റെ വയറുമൊക്കെ തിരുമ്മി വെപ്രാളത്തോടുകൂടി ഇതിൻ്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അർജുന കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ മകനെ കിട്ടുമല്ലോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും ഭയപ്പെടേണ്ട, ധൈര്യമായി അവിടെ എങ്ങാനും പോയി ഇരുന്നു കൊള്ളുക, ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത്, ഇങ്ങനെയൊക്കെ അർജുനൻ പറയുന്നുമുണ്ട്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ഈ ബ്രാഹ്മണൻ വീണ്ടും വെപ്രാളപ്പെട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുനൻ എന്താണ് പറയുന്നത്? പ്രസവം നടന്നു കാണില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അർജുനൻ സമാധാനപ്പെടുത്തുന്നു. അപ്പോഴാണ് ഒരു നിലവിളി, ഒരു കരച്ചിൽ. എന്താണ് ആ കരച്ചിൽ? അയ്യോ, പ്രസവിച്ചിട്ട് കുഞ്ഞിൻ്റെ ശരീരം പോലും ഇത്തവണ മറഞ്ഞു പോയല്ലോ, ഭഗവാനെ ഇതെന്തൊരു മായ, സർവേശ്വര, ഇങ്ങനെ പറഞ്ഞിട്ടാണ് കരയുന്നത്. ആരാണ് കരയുന്നത്? ഈ വയറ്റാട്ടി, അവരാണ് കരയുന്നത്. ബ്രാഹ്മണൻ ഞെട്ടിപ്പോയി. എന്തുവായി പറയുന്നത്? ഈ 9 തവണയും കുഞ്ഞിൻ്റെ ശവശരീരം കാണാമായിരുന്നു, ഇത്തവണ കുഞ്ഞിൻ്റെ ശവശരീരം പോലും ഇല്ലേ, ഇതെന്തുവായി പറയുന്നത്? ഇങ്ങനെ വിചാരിച്ച് ഈ ബ്രാഹ്മണൻ നിലവിളിച്ചുകൊണ്ട് ഈ പ്രസവത്തിന് പോയ സ്ത്രീകളെ വിളിച്ചു ചോദിക്കുകയാണ്, എന്തു പറ്റിയെന്ന്. അപ്പോൾ കരഞ്ഞുകൊണ്ട് അവർ വന്നിട്ട് പറയുകയാണ്, ബ്രാഹ്മണ, ഇത്തവണ കുഞ്ഞിനെ പോലും കാണുന്നില്ല, ഇതെന്താ ചെയ്യണ്ടേ, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് അവർ കരയാനും തുടങ്ങി. ഈ ബ്രാഹ്മണൻ വെട്ടിയിട്ട വാഴ പോലെ ദേ കിടക്കുന്നു താഴെ. കുറച്ചു നേരം അങ്ങനെ കിടന്നതിന് ശേഷം ബോധം വന്നു.
ബോധം വന്നപ്പോൾ ചാടി എഴുന്നേറ്റു. അപ്പോൾ അർജുനനെ ഇങ്ങനെ നോക്കി. അർജുനൻ ചത്ത ശവത്തിനെ പോലെ നിൽക്കുകയാണ്. ബ്രാഹ്മണന് ദേഷ്യം വന്നു. ബ്രാഹ്മണൻ അർജുനനെ ചീത്ത പറയാനും തുടങ്ങി. നാണം കെട്ടവനെ, മൂഢ, നിനക്ക് വലിയ പൊങ്ങച്ചമായിരുന്നല്ലോ. നിന്നെ വിശ്വസിച്ച ഞാൻ ഒരു പമ്പര വിഡ്ഢി. മഹാരഥന്മാരായ രാമകൃഷ്ണന്മാർക്കും പ്രദ്യുപ്നും അനിരുദ്ധനും ഉദ്ധവർ, സാത്യകി, കൃതവർമാവ്, സാമ്പൻ ഇങ്ങനെയുള്ള യോദ്ധാക്കൾക്കൊന്നും സാധിക്കാത്ത കാര്യമാണ് നീ ചാടിക്കേറി ഏറ്റത്. വേണ്ട വേണ്ട എന്ന് ഞാൻ പലതവണ പറഞ്ഞു. അപ്പോൾ നീ എന്താ പറഞ്ഞത്? ഞാൻ വലിയ യോദ്ധാവാണ്, ഞാൻ കാണിച്ചു തരാമെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? കുഞ്ഞിൻ്റെ ശവശരീരം പോലും കാണുന്നില്ല. നീയൊരു സത്യം ചെയ്തു തന്നല്ലോ, തീയിച്ചാടി ചാകുമെന്ന്. പോയി ചാവ്, നീ നിൻ്റെ സത്യം പാലിക്ക്. ഇങ്ങനെയൊക്കെ ഈ ബ്രാഹ്മണൻ പറയുകയാണ്. നീ ചാവണം, കാരണം ഇനി മേലാൽ നീ ആരെയും ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് പറ്റിക്കരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ബ്രാഹ്മണൻ അർജുനനെ ഇങ്ങനെ ചീത്ത വിളിക്കുകയാണ്. അർജുനൻ നാണം കെട്ടു. എന്നിട്ട് അർജുനൻ പറയുകയാണ്, അങ്ങ് സംശയിക്കേണ്ട, സത്യം ഞാൻ പാലിക്കും. അതിനു മുമ്പ് ഞാനൊന്ന് പ്രേതലോകത്ത് പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് അർജുനൻ പറഞ്ഞു. എന്നിട്ട് അർജുനൻ പ്രേതലോകത്തിലേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് പ്രേതലോകത്തിലെ നാഥൻ ആരാണ്? യമധർമ്മൻ. യമധർമ്മൻ്റെ അടുത്തു ചെന്നിട്ട് ഇതുപോലെ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. യമധർമ്മന് അർജുനനോട് വാത്സല്യമുണ്ട്. കാരണം യുധിഷ്ഠിരൻ്റെ അനുജനാണ്. യുധിഷ്ഠിരൻ ആരാണ്? യമധർമ്മൻ്റെ പുത്രനാണ്. ആ ഒരു സ്ഥിതിക്ക് പ്രത്യേക വാത്സല്യമുണ്ട്. പക്ഷേ ഈ അടുത്ത അവസരത്തിലൊന്നും ഒരു ബ്രാഹ്മണക്കുട്ടിയും ഇവിടേക്ക് വന്നില്ല എന്ന് തീർത്തു പറയുകയാണ് യമധർമ്മൻ. അങ്ങനെ അർജുനൻ ആകെ വിഷമിച്ചു. പിന്നീട് പാതാളത്തിൽ പോയി, ഇന്ദ്രലോകത്തിൽ പോയി, അങ്ങനെ എല്ലായിടത്തും ഒന്ന് അന്വേഷിച്ചു. എങ്ങും കിട്ടിയില്ല. ഇനി സത്യം പാലിച്ചേ മതിയാകൂ, തീയിൽ ചാടി മരിക്കണം. അങ്ങനെ നിരാശനായിട്ട് അർജുനൻ തിരിച്ച് ഈ ബ്രാഹ്മണൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് മരിക്കാനായിട്ട് വലിയ അഗ്നികുണ്ഡമൊക്കെ ഉണ്ടാക്കി. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ഹരേ കൃഷ്ണ. ചിത കൂട്ടി അഗ്നിയാളി കത്തുകയാണ്. അർജുനൻ അഗ്നിപ്രവേശം ചെയ്യുന്നത് കാണുവാൻ ധാരാളം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. വേഗമാകട്ടെ, വേഗമാകട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ഈ ബ്രാഹ്മണൻ അവിടെ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അർജുനൻ ഗാണ്ഡീവവും ചാപങ്ങളും ഒക്കെ ധരിച്ചിട്ട് ഈ ചിതയ്ക്ക്, ഈ അഗ്നിദേവന് 7 വട്ടം പ്രദക്ഷിണം ചെയ്തു. അതിനുശേഷം അതിലേക്ക് ചാടുവാനായിട്ട് മുമ്പോട്ടടുത്തപ്പോൾ പെട്ടെന്ന് ആരോ കയ്യിൽ കയറി പിടിക്കുന്നു. എന്നിട്ട് പുറകോട്ട് തള്ളി മാറ്റി. ആരാണ് തന്നെ ഇങ്ങനെ കയ്യിൽ കയറി പിടിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അർജുനൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയാണ് കാണുന്നത്? സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാനെ. എന്നിട്ട് അർജുനൻ ഇങ്ങനെ കണ്ണും തള്ളി ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, അർജുന, നീ എന്തുവാണ് ഈ കാണിക്കുന്നത്? അഹങ്കാരിയായ ഈ ബ്രാഹ്മണനു വേണ്ടി നിന്റെ ജീവനെ നീ ബലി അർപ്പിക്കുകയാണോ? ഇദ്ദേഹത്തിൻ്റെ പാപശക്തി കൊണ്ടാണ് ഈ പുത്രദുഃഖം ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്. 9 തവണ വന്ന് കരഞ്ഞിട്ടും ആരും ശ്രദ്ധിക്കാതിരുന്നത് ഈ ബ്രാഹ്മണൻ്റെ പുണ്യക്കുറവ് കൊണ്ട് തന്നെയാണ്. അങ്ങനെയിരിക്കെ നീ കയറി സത്യം ചെയ്തത് നിന്റെ അഹങ്കാരവുമാണ്. അതിൻ്റെ ഫലം നീയും അനുഭവിക്കണം. അതങ്ങനെയല്ലേ വരൂ. ഇങ്ങനെ സർവേശ്വരൻ അരുളി ചെയ്തു. അതിനുശേഷം
ഭഗവാൻ പാർത്ഥനെയും പിടിച്ചുകൊണ്ട് തൻ്റെ രഥത്തിൽ കയറി പടിഞ്ഞാറ് ദിക്ക് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ബ്രാഹ്മണൻ ഇതെല്ലാം കണ്ട് കണ്ണും തള്ളി നിൽക്കുന്നുണ്ട്. എന്താണിവിടെ സംഭവിക്കുന്നത്? അങ്ങനെ നഗരങ്ങളെല്ലാം കടന്ന്, രാജ്യങ്ങളും വനങ്ങളും പർവ്വതങ്ങളും എല്ലാം കടന്ന്, സാഗരങ്ങളും തരണം ചെയ്ത് അവർ യാത്ര ചെയ്യുകയാണ്. അതിനുശേഷം ആദിത്യൻ പ്രകാശിക്കാത്തതും അന്ധകാരാവൃതവുമായ ലോകാലോക ശൈലതലത്തിൽ അവരെത്തിച്ചേർന്നു. കുറ്റാക്കുറ്റിരുട്ട്, ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ തിരുഉള്ളത്തിൽ നിനച്ചു. തൽക്ഷണം തന്നെ സുദർശനം പ്രത്യക്ഷപ്പെട്ടു. ആ തൃച്ചക്രത്തിൻ്റെ ഉജ്ജ്വല പ്രഭയിൽ അന്ധകാരം ഒഴിഞ്ഞു. ആ പ്രകാശത്തിൻ്റെ സഹായത്തോടുകൂടി അവർ പിന്നെയും യാത്ര തുടർന്നു. ഒടുവിൽ അവർ ഒരു വലിയ സാഗരത്തിൻ്റെ തീരത്ത് എത്തിച്ചേർന്നു. അതിൻ്റെ മധ്യത്തിൽ മണിരത്ന പരിശോഭിതമായും അതിരമണീയമായും വിളങ്ങുന്ന വൈകുണ്ഠപുരിയെയും അതിൽ സഹസ്രഭണതൽപ്പത്തിൽ ശയിക്കുന്ന വിരാട് പുരുഷനായ ഭഗവാൻ മഹാവിഷ്ണുവിനെയും അവർ കണ്ടു. ആ സമയം ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നും ഒരത്ഭുത പ്രഭ വിഷ്ണുവിൽ വിലയം പ്രാപിക്കുന്നത് അർജുനൻ കണ്ടു. അദ്ദേഹം ഭക്തിയോടുകൂടി കൈകൂപ്പി നിന്നുപോയി. താൻ എവിടെയാണ് എത്തിയിരിക്കുന്നത്? വൈകുണ്ഠത്തിലോ? ഇങ്ങനെ ചിന്തിക്കുകയാണ് വിജയൻ. മണിരത്ന വിരാജിതമായ പൊൻകിരീടവും മകരകുണ്ഡലങ്ങളും കൗസ്തുഭാദി ദിവ്യഹാരങ്ങളും ശ്രീവത്സാങ്കിത തിരുമറുകും സുദർശന ആയുധങ്ങളും കടക കങ്കണ കാഞ്ചി തുടങ്ങിയ രത്നാഭരണ വിഭൂഷണങ്ങളും ചേർന്നു വിളങ്ങുന്ന ശ്രീവല്ലഭൻ്റെ കാർകൊണ്ടൽ പൂമേനിയും മുനിജനസേവിത പുണ്യവിലാസവും മലർമാനിനി മംഗള സാമീപ്യവും സഹസ്ര ഭണതൽപ്പവും പാലാഴിയുടെ അപ്രമേയ പരിരമ്യതയും എല്ലാം കണ്ട് അർജുനൻ അത്ഭുതപ്പെട്ട് അതേസമയം ഭക്തിയോടുകൂടി നിന്നുപോയി. അത്രയും നേരം തൻ്റെ കൂടെയുണ്ടായിരുന്ന ശ്രീകൃഷ്ണനെ കുറച്ചു സമയത്തേക്ക് അർജുനൻ കണ്ടില്ല. എവിടെ കൃഷ്ണൻ എന്ന് ചിന്തിച്ചുകൊണ്ട് വീണ്ടും ഒന്നുകൂടി നോക്കിയപ്പോൾ അതാ കൃഷ്ണൻ തൻ്റെ അടുത്ത് നിൽക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ, മഹാവിഷ്ണുവിൻ്റെ തൃപ്പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. ശ്രീനാരായണമൂർത്തി മന്ദഹാസത്തോടുകൂടി ഇങ്ങനെ അരുളി ചെയ്തു: ഹേ കൃഷ്ണ, അങ്ങ് ഞാൻ തന്നെയാണ്, എൻ്റെ പൂർണ്ണാംശമാണ്. എങ്കിലും അങ്ങ് ഭൂലോകത്തിൽ കാണിക്കുന്ന അത്ഭുത വിലാസങ്ങൾ എന്നെ കൊണ്ടുപോലും പ്രകാശിപ്പിക്കുവാൻ സാധ്യമല്ല. അങ്ങയുടെ മഹനീയ മഹാത്മ്യങ്ങൾ സനകാദി മുനികളും നാരദരും ഇവിടെ വന്ന് വാഴ്ത്തുന്നതു കേട്ട് എൻ്റെ സർവകലാപൂർണമായ മനുഷ്യാകൃതി ഒന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ തന്നെ മറ്റൊരു ഭാവം കാണുവാൻ
ആർക്കാണ് ആഗ്രഹം ഇല്ലാത്തത്? താൻ തന്നെ മറ്റൊരു വേഷമണിഞ്ഞാൽ അത് കാണുവാനും ആഗ്രഹം തോന്നും. ആ നിലയ്ക്ക് എൻ്റെ തന്നെ മനുഷ്യരൂപമായ അങ്ങയെ കാണുവാൻ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. ബ്രഹ്മദേവനെ മായയാൽ മയക്കിയതും കൈലാസനാഥനോട് യുദ്ധം ചെയ്തതും ഇന്ദ്രൻ്റെ അഹങ്കാരം അടക്കിയതുമെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അതുപോലെ അർജുനൻ്റെ സാമർഥ്യത്തെക്കുറിച്ചും ഞാൻ കേട്ടിരിക്കുന്നു. നിങ്ങൾ നരനാരായണന്മാരാണ്. നിങ്ങൾ രണ്ടുപേരെയും ഒന്നിച്ചു കാണുവാനുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടായി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. നിങ്ങളെ ഇവിടെ വരുത്തുവാൻ വേണ്ടി ആ ബ്രാഹ്മണന്റെ കുമാരന്മാരെ അപഹരിച്ചു എന്നു മാത്രം. ലോകനാഥനായ എനിക്ക് ഞാൻ തന്നെയായ കൃഷ്ണനെയും എൻ്റേതു തന്നെ അംശമായ അർജുനനെയും കാണുന്നതിന് ഇങ്ങനെയൊക്കെ ചെയ്യണമോ? അല്ലാതെ കണ്ടുകൂടെ എന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നാം. ഞാൻ മറ്റൊരു വേഷം അവലംബിച്ച് നടനം ചെയ്താൽ ആ വേഷം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ എനിക്ക് ആഗ്രഹമില്ലേ? ആ ആഗ്രഹം തന്നെയാണ് എൻ്റെ രൂപമായ, എൻ്റെ മറ്റൊരു രൂപമായ കൃഷ്ണനെ കാണുവാൻ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. അതിന് ആ ബ്രാഹ്മണൻ്റെ പുത്രന്മാരെ അപഹരിക്കുവാൻ ഒരു കാരണവുമുണ്ട്. ആ ബ്രാഹ്മണൻ കൃഷ്ണഭക്തനല്ല, അഹങ്കാരിയാണ്, പാപിയുമാണ്. കാര്യസാധ്യത്തിനു വേണ്ടി മരിച്ചുപോയ കുഞ്ഞിൻ്റെ ജഡവും പേറിക്കൊണ്ട് അവൻ ദ്വാരകയിൽ വന്നു നിന്ന് എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടിയത്. അവൻ ഭക്തിയോടുകൂടി വന്നതൊന്നുമല്ല. കൃഷ്ണന് അപ്പോൾ തോന്നിയ വിചാരം എൻ്റെ മനസ്സിലേക്കും പടർന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ കുട്ടികളെ എല്ലാവരെയും ഞാൻ അപഹരിച്ചത്. ഈ കുഞ്ഞുങ്ങളെ തിരിച്ച് അവന് കിട്ടുമ്പോൾ അപ്പോൾ മുതൽ അവൻ ഭക്തനായിത്തീരും. കൃഷ്ണൻ്റെ മഹത്വവും കീർത്തിയും ഉയരുകയും ചെയ്യും. അർജുന, നിന്റെ അഹങ്കാരം കെടുത്തുവാൻ വേണ്ടി നിന്നെക്കൊണ്ട് ശപഥം ചെയ്യിപ്പിച്ചതും ഞാൻ തന്നെയായ കൃഷ്ണനാണ്. ആ ശപഥമാണ് നിങ്ങളിവിടെ വരാൻ കാരണമാക്കിയത്. എല്ലാം കൃഷ്ണമായ തന്നെ. കൃഷ്ണ, അങ്ങയുടെ അവതാരത്തിൻ്റെ ഉദ്ദേശം മിക്കവാറും തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്നിൽ വന്നു വിലയം പ്രാപിക്കുവാൻ താമസിക്കേണ്ട. ഇങ്ങനെ സർവേശ്വരൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണ ഭഗവാനോട് അരുളി ചെയ്തു. ഹരേ കൃഷ്ണ. ഇപ്രകാരം സർപ്പശായി അരുളി ചെയ്തതിനു ശേഷം 10 കുഞ്ഞുങ്ങളെയും അവരെ ഏൽപ്പിച്ചു. 2 ദിവസത്തെ പ്രായമുള്ള പൈതൽ മുതൽ വിവിധ പ്രായത്തിലുള്ള കുമാരന്മാരായിരുന്നു അവർ. കൃഷ്ണൻ ഒരു ബാലൻ്റെ അടുത്തു ചെന്ന്, കുഞ്ഞേ, നിന്റെ അച്ഛൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അവൻ വൈകുണ്ഠപതിയെ തൊട്ടു കാണിച്ചു. മറ്റൊരു കുട്ടിയോട് നിന്റെ അമ്മയാര് എന്ന് ചോദിച്ചപ്പോൾ അവൻ മഹാലക്ഷ്മിയെ ചൂണ്ടിക്കാണിച്ചു. ആ കുഞ്ഞുങ്ങൾ കൃഷ്ണൻ്റെയും അർജുനൻ്റെയും കൂടെ പോകുവാൻ വിസമ്മതിച്ചു. അവർ കരഞ്ഞു. ഓടിപ്പോയി സർവേശ്വരൻ്റെ മഹാവിഷ്ണുവിൻ്റെ പിന്നിൽ ഒളിച്ചു. 10ാമത്തെ കുഞ്ഞു മാത്രം അർജുനൻ്റെ കയ്യിലുണ്ട്. അതുകണ്ട് മഹാവിഷ്ണു തൻ്റെ വിഷ്ണുമായ ആ കുഞ്ഞുങ്ങളിലേക്ക് സംക്രമിപ്പിച്ചു. അതോടുകൂടി അവർ
കൃഷ്ണൻ്റെയും അർജുനൻ്റെയും കൂടെ പോകുവാൻ സന്തോഷത്തോടുകൂടി തീരുമാനിച്ച് അടുത്തു വന്നു. അങ്ങനെ പാലാഴിനാഥനെയും പാൽക്കടൽ മങ്കയെയും വണങ്ങി കുട്ടികളെയും കൊണ്ട് നരനാരായണന്മാർ രഥത്തിൽ കയറി യാത്ര തിരിച്ചു. അടുത്ത ദിവസം അവർ ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. ഒരു കുട്ടിക്ക് പകരം 10 കുഞ്ഞുങ്ങളെ അവർ ബ്രാഹ്മണന് കൊടുത്തു. അയാൾ ക്ഷമ ചോദിച്ചു, കരഞ്ഞു സർവേശ്വരൻ്റെ മുമ്പിൽ. അതിനുശേഷം തൊഴുകൈയോടുകൂടി ആ ബ്രാഹ്മണൻ ഇങ്ങനെ അപേക്ഷിച്ചു, ഭഗവാനെ, അറിവില്ലാതെ അടിയൻ ചെയ്തു പോയ അപരാധങ്ങൾ അങ്ങ് ക്ഷമിക്കണം. ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് ആ ബ്രാഹ്മണൻ. അപ്പോൾ ശ്രീകൃഷ്ണൻ ഇങ്ങനെ അരുളി ചെയ്തു, ഹേ ബ്രാഹ്മണ, അഹങ്കാരം ആർക്കും നല്ലതല്ല. എൻ്റെ ഗോപുരത്തിൻ്റെ വാതുക്കൽ വന്ന് 9 തവണ കരഞ്ഞപേക്ഷിച്ചതിൻ്റെ ഫലമായി അങ്ങയുടെ കുട്ടികളെ അർജുനനെ കൊണ്ട് ഞാൻ തരുവിക്കുകയാണ്. അങ്ങയുടെ പുണ്യത്തിൻ്റെ ഫലം അല്ല ഇത്. എന്നോട് ആര് എന്ത് ആവശ്യപ്പെടുന്നുവോ അവൻ്റെ പാപപുണ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഞാൻ അവന് അത് ദാനം ചെയ്യും. ഇനിയെങ്കിലും താൻ ബ്രാഹ്മണനാണ് എന്നുള്ള ദുരഭിമാനവും അഹങ്കാരവും വെടിഞ്ഞ് ഭക്തനായ ഒരു മനുഷ്യനായി ജീവിക്കുവാൻ ശ്രമിക്കുക. ഇങ്ങനെ സർവേശ്വരൻ അരുളി ചെയ്തു. അതിനുശേഷം കൃഷ്ണനും അർജുനനും അവിടെ നിന്നും തിരിച്ചുപോയി. അതിനുശേഷം ആ ബ്രാഹ്മണൻ ഒരു വലിയ കൃഷ്ണഭക്തനായി സദാസമയവും ഭഗവാന്റെ മഹിമാവിശേഷങ്ങളെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഒരു പരമഹംസനെ പോലെ തുടർന്നുള്ള ജീവിതം കഴിച്ച് കൂട്ടി. ഹരേ കൃഷ്ണ. യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ കുചേല ബ്രാഹ്മണൻ കൃഷ്ണനെ ഭക്തിപൂർവം വന്ദിച്ചു. പ്രതിഫല ഇച്ഛയോടുകൂടി ആ സന്താനഗോപാല ബ്രാഹ്മണൻ കൃഷ്ണനെ നിന്ദിച്ചു. 2 പേർക്കും അവരവരുടെ ആഗ്രഹം സർവേശ്വരൻ സാധിച്ചു കൊടുത്തു. അതാണ് കൃഷ്ണഭക്തിയുടെ ഉത്കൃഷ്ടമായ മഹത്വം. ആര് ഭഗവാനെ പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥനയുടെ ഫലം അവന് ലഭിക്കുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മഹാവിഷ്ണു ശ്രീകൃഷ്ണനോട് പറഞ്ഞ കാര്യം, അതായത് ശ്രീകൃഷ്ണൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിൽ ലയിക്കാനുള്ള സമയം ആയി. അതായത് മഹാഭാഗവതത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഭാഗങ്ങൾ വളരെ വളരെ ശ്രേഷ്ഠമാണ്. എല്ലാ ദിവസവും നിങ്ങൾ മാധവത്തിൻ്റെ കൂടെ കഥകൾ കേൾക്കാൻ ഉണ്ടാകണം. നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.